ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. മായമാടാണ്. ഒത്തിരി നാളായി നമ്മൾ ക്ലാസ്സൊക്കെ എടുത്തിട്ട്. ഇപ്പം ഞാൻ ഇന്നൊരു പ്രത്യേക ക്ലാസ് നിങ്ങൾക്ക് എടുക്കാൻ പോവുകയാണ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സിനെ പറ്റി. അപ്പോൾ നമുക്കിപ്പം കോളേജൊക്കെ തുറക്കാൻ പോവാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്റിംഗ് ഒക്കെ ഉടനെ ആകും. അപ്പം നമ്മൾ സൈക്കാട്രിക് സെറ്റിങ്സിലൊക്കെ പോകുമ്പം ഡിഫറെൻറ്റ് ടൈപ്സ് സൈക്കോസിസും ന്യൂറോസിസും ഒക്കെ ഉള്ള പേഷ്യൻറ്റിനെ കണ്ടുമുട്ടും. അന്നേരം നമുക്ക് ആ ഡിസീസ് കണ്ടീഷനെ പറ്റി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്നുള്ള ഒരു കണ്ടീഷനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിനകത്ത് അതായത് നമ്മൾ സെറ്റിങ്സിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻറ്റിനെയൊക്കെ എടുത്ത് നിങ്ങൾക്ക് കെയർ സ്റ്റഡി എഴുതാനും കെയർ പ്ലാൻ എഴുതാനും ഒക്കെ കാണും. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഡിസീസിനെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും നാൾ ഞാനത് നീട്ടി വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പഠിപ്പിച്ച് വിട്ടാലും പോസ്റ്റിങ്ങിന് പോകത്തില്ല എന്നൊന്നും അറിയത്തില്ല, എപ്പോൾ പോകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം മറന്നു പോകുന്നോർത്താണ് ഞാനത് ഡിലേ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാനങ്ങ് എടുക്കാൻ പോവാണ്. അപ്പോൾ സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെയിൻലി ഞാൻ ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ എന്താണ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എത്ര തരമുണ്ട്, വാട്ട് ആർ ദ കോമൺ സൈൻസ് ആൻഡ് സിംറ്റം, ദെൻ വാട്ട് ആർ ദ കോസസ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡർ, പിന്നെ അങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് വന്നാൽ അവരെ എങ്ങനെ മാനേജ് ചെയ്യും, മെഡിക്കലി ആണെങ്കിലും നേഴ്സിംഗ് മാനേജ്മെൻറ്റും ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് എന്താണ് ഈ സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് നോക്കാം. അതായത് സൈക്കോട്ടിക് ഡിസോർഡർ ഈസ് എ ടൈപ്പ് ഓഫ് മെൻ്റൽ ഡിസോർഡർ ഇൻ വിച്ച് the personality of an individual is seriously disorganized, and also that person will be having no contact with the reality, അല്ലെങ്കിൽ contact with the reality is impaired, and also the person experiences delusions and hallucinations. അപ്പം മെയിൻലി ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യൻ്റിനെയാണ്, അത്തരം കണ്ടീഷനെയാണ് സൈക്കോട്ടിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഈ എന്താണ് ഡെലൂഷൻസ് ആൻഡ് ഹാലൂസിനേഷൻ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഞാനിത് സിംറ്റമറ്റോളജിയിൽ നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചതാണ്. അപ്പം ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. ഓരോ ഡിസീസ് കണ്ടീഷൻ പഠിക്കുമ്പോഴും ഈ സിംറ്റംസ് അങ്ങ് പറയത്തേ ഉള്ളൂ. ദെൻ യു ഷുഡ് നോ വാട്ട് ഇറ്റ് ഈസ് എക്സാക്ട്ലി. അപ്പോൾ ആദ്യമേ സിംറ്റമറ്റോളജി നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ പറയുന്ന സൈക്കാട്രിക് ഡിസോർഡേഴ്സൊക്കെ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഇതിനകത്ത് പറഞ്ഞല്ലോ, പേഷ്യൻ്റ് എക്സ്പീരിയൻസസ് ഡെലൂഷൻസ് ആൻഡ് ഹാലൂസിനേഷൻസ് എന്ന്. അപ്പോൾ ഡെലൂഷൻസ് എന്താണെന്നും ഹാലൂസിനേഷൻസ് എന്താണെന്നും അറിയത്തില്ലാത്ത കുട്ടികൾക്ക് ഒരു രോഗി എങ്ങനെയാണ് ആ ഡിസീസിനെ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് പേഷ്യൻ്റെ ഡിഫിക്കൽറ്റി നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളെങ്ങനെ അവർക്ക് കെയർ കൊടുക്കുന്നത്? അപ്പം തീർച്ചയായിട്ടും പേഷ്യൻ്റെ സിംറ്റമറ്റോളജി നന്നായിട്ട് പഠിച്ച് അതിനെപ്പറ്റി ഒരു സംശയവും ഇല്ലാതെ അത് നന്നായിട്ട് മനസ്സിലാക്കി കൊണ്ട് വേണം വരാൻ. ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തില്ല, കാരണം എൻ്റെ ഒരുപാട് അവേഴ്സ് എടുത്ത ഒരു ടോപ്പിക്കായിരുന്നു സിംറ്റമറ്റോളജിയും മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അടുത്ത ദിവസം തൊട്ട് ഞാൻ ഇൻറ്റൻസായിട്ട് ക്ലാസ് എടുക്കും, ഫാസ്റ്റായിട്ടും എടുക്കും. അപ്പം എല്ലാ സിംറ്റമറ്റോളജിയും നന്നായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് വേണം വരാൻ. ഓക്കെ, അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന്. അതിനകത്ത് മെയിൻലി പറഞ്ഞത് ഇറ്റ് ഈസ് എ സീരിയസ് ടൈപ്പ് ഓഫ് മെൻ്റൽ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ സീരിയസ്ലി ഡിസ്ഓർഗനൈസ്ഡ് പേഴ്സണാലിറ്റി. അപ്പോൾ പേഴ്സണാലിറ്റി എന്താണെന്ന് നമുക്കറിയാം, അതും അറിയണം. അത് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ടേ പഠിക്കുന്ന പേഴ്സണാലിറ്റി. പിന്നെ ഞാൻ ഒന്നുകൂടെ റിവ്യൂ ചെയ്തായിരുന്നു ഈ വർഷം. അപ്പം ഡിസോർഗനൈസ്ഡ് പേഴ്സണാലിറ്റി പേഷ്യൻ്റ് കാണിക്കും. അതുകൂടാതെ തന്നെ പേഷ്യൻ്റ് ഈസ് ഹാവിങ് നോ കോണ്ടാക്ട് വിത്ത് റിയാലിറ്റി. എന്നുവെച്ചാൽ പേഷ്യൻറ്റിന് ഈ ഒരു ലോകവുമായിട്ട് നല്ലൊരു റിയൽ റിലേഷൻഷിപ്പ് ഇല്ല. മനസ്സിലായോ? അങ്ങനെ ആ പേഷ്യൻ്റേതായ ലോകത്തിൽ അവർ ചിരിച്ചും കളിച്ചും അവരുടേതായ രീതിയിൽ സിംറ്റംസൊക്കെ കാണിച്ചു, ആ ഡിസീസിൻ്റെ ഭാഗമായ സിംറ്റംസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഈ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് വലിയ ടച്ച് ഉള്ളതായിട്ട് അവർ കാണിക്കത്തില്ല. മനസ്സിലായി? അതൊന്ന്. രണ്ടാമത് പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ഡെലൂഷൻസ് ആൻഡ് ഹലൂസിനേഷൻ. അപ്പം ഏതൊരു മാനസിക രോഗത്തിനും ഡെലൂഷൻസ് ആൻഡ് ഹലൂസിനേഷൻ ഉണ്ടെങ്കിൽ അത് സൈക്കോട്ടിക് വെറൈറ്റിയിൽ വരും. അതായത് മേജർ മെൻ്റൽ ഇൽനെസ് എല്ലാം കാണിക്കുന്ന ഒരു സിംറ്റമാണ് ഡെലൂഷൻസ് ആൻഡ് ഹലൂസിനേഷൻ. മനസ്സിലായല്ലോ? അതേസമയം മൈനർ മെൻ്റൽ ഇൽനെസ്, ന്യൂറോട്ടിക് ഡിസീസിനെ പറ്റി നിങ്ങൾ ഒരുപാട് ഡിസീസ് കണ്ടീഷനെ പറ്റി പഠിച്ചു. ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡർ, അങ്ങനെ അല്ലെങ്കിൽ ഫോബിയ, ഇങ്ങനെയൊക്കെയുള്ള കുറേ മൈനർ മെൻ്റൽ ഇൽനെസ്സിനെ പറ്റി പഠിച്ചപ്പോൾ അതിനകത്തൊന്നും ഈ പറയുന്ന ഡെലൂഷൻസും ഹലൂസിനേഷൻസും വരത്തില്ല, പേഷ്യൻ്റ് കാണിക്കത്തില്ല. പക്ഷേ മേജർ മെൻ്റൽ ഇൽനെസ്സിലെല്ലാം തന്നെ ഡെലൂഷൻസും ഹലൂസിനേഷൻസും കാണിക്കും. അപ്പോൾ മേജർ മെൻ്റൽ ഇൽനെസ്സിന് പറയുന്നതാണ് സൈക്കോട്ടിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ സൈക്കോട്ടിക് ഡിസോർഡർ എന്ന്. ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണ് സൈക്കോട്ടിക്
സൈക്കോട്ടിക് ഡിസോർഡർ എന്നുള്ളത്. ഇനി എത്ര തരം സൈക്കോട്ടിക് ഡിസോർഡർ ഉണ്ടെന്ന് നോക്കണം. ഇതിനകത്ത് ഒരു 8-9 തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കോട്ടിക് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ളതും ഉണ്ട്, റെയർ ആയിട്ടുള്ളതും ഒക്കെ നമുക്കുണ്ട്. നമ്മൾ ഇനി ഫീൽഡിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോകുമ്പോൾ സൈക്കാട്രിക് സെറ്റപ്പിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പലതരം ആൾക്കാരെയും നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. കാരണം അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സൈക്കാട്രിക് സെറ്റപ്പിൽ പോകുമ്പോഴാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡർ എന്നുള്ള നമുക്ക് കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, എന്നാലും ഞാനതൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ഷിസോഫ്രീനിയ. അത് കോമണസ്റ്റ് ടൈപ്പ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡറാണ്. അതായത് എല്ലാ രണ്ട് ഓപ്പോസിറ്റ് സെക്സിനെ ബാധിക്കാം, ഏത് ഏജുള്ളവരെയും ബാധിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാനസിക രോഗത്തിൽ ഒരു ടൈപ്പാണ് ഈ ഷിസോഫ്രീനിയ എന്ന് പറയുന്ന സൈക്കോട്ടിക് ഡിസോർഡർ. അതുകൊണ്ടാണ് അതിന് ഫസ്റ്റ് പ്ലേസ് കൊടുത്തേക്കുന്നത്. ടൈപ്പ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡറിൽ ആദ്യത്തെ സ്ഥാനം ഷിസോഫ്രീനിയയ്ക്കാണ്. പിന്നെ ഷിസോ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നും ഞാൻ ബ്രീഫ്ലി പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇതൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട്. ഓക്കെ, ഷിസോഫ്രീനിയ ഉണ്ട്, പിന്നെ ഷിസോ അഫക്റ്റീവ് ഡിസോർഡർ ഉണ്ട്, പിന്നെ ഷിസോഫ്രീനിഫോം ഡിസോർഡർ ഉണ്ട്, പിന്നെ ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ ഉണ്ട്, ദെൻ ഡെലൂഷണൽ ഡിസോർഡർ ഉണ്ട്, പിന്നെ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡർ ഉണ്ട്, ദെൻ സൈക്കോട്ടിക് ഡിസോർഡർ ഡ്യൂ ടു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, ദെൻ പാരാഫ്രീനിയ. ഇത്രയും ടൈപ്പ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡറാണ് കോമൺലി മാനിഫെസ്റ്റ് ചെയ്തേക്കുന്നത്. ഒന്നുകൂടെ പറയാം: ഷിസോഫ്രീനിയ, ഷിസോ അഫക്റ്റീവ് ഡിസോർഡർ, ദെൻ ഷൈസോഫ്രീനിഫോൺ ഡിസോർഡർ, ദെൻ ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ, ദെൻ ഡെലൂഷണൽ ഡിസോർഡർ, ദെൻ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡർ, ദെൻ സൈക്കോട്ടിക് ഡിസോർഡർ ഡ്യൂ ടു മെഡിക്കൽ കണ്ടീഷൻ, ആൻഡ് ദെൻ പാരാഫ്രീനിയ. ഇത്രയും 8 ഞാൻ ഇപ്പോൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡർ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ ബ്രീഫ്ലി ഓരോന്നും അറിയാം. അതായത് ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഞാൻ പറഞ്ഞത് ഷിസോഫ്രീനിയയെ പറ്റിയാണ്. ഷിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ പീപ്പിൾ വിത്ത് ദിസ് ഇൽനെസ് ഹാവ് ചേഞ്ച് ഇൻ ബിഹേവിയർ ആൻഡ് അതർ സിംറ്റംസ് സച്ച് ആസ് ഡെലൂഷൻസ്, ഹലൂസിനേഷൻസ് വിച്ച് ലാസ്റ്റ് ഫോർ എ ലോങ്ങർ ടൈം മോർ ദാൻ 6 months. മനസ്സിലായോ? പിന്നെ യൂഷ്വലി വിത്ത് ഡിക്ലൈൻ ഇൻ വർക്ക്, സ്കൂൾ ആൻഡ് സോഷ്യൽ ഫങ്ഷനിങ്. അതായത് ഈ ഷിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗമുള്ളവർക്ക് മെയിൻലി കാണുന്ന മാനിഫെസ്റ്റേഷനാണ് ചേഞ്ച് ഇൻ ബിഹേവിയർ, മെയിൻലി ക്യാരക്ടറൈസ്ഡ് ബൈ ഡെലൂഷൻസ് ആൻഡ് ഹാലുസിനേഷൻ വിച്ച് മേ ലാസ്റ്റ് ഫോർ ലോങ് ദാൻ 6 months. 6 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന സിംറ്റമറ്റോളജി പേഷ്യൻ്റ് കാണിക്കും. ആ സിംറ്റത്തിൻ്റെ മെയിൻലി ഡെലൂഷൻസും ഹാലൂസിനേഷനും ആണ് കാണിക്കുന്നത്. പിന്നെ അവരുടെ മറ്റ് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അവർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ ജോലിയൊന്നും ചെയ്യത്തില്ല, ഐസൊലേറ്റഡ് ആയിട്ട് മാറിയിരിക്കും. അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളോ പഠിക്കുന്ന വിദ്യാർത്ഥികളോ ഒക്കെ ആണെങ്കിൽ അവർ സ്കൂളിലൊന്നും പോകത്തില്ല. പിന്നെ അവരുടെ സോഷ്യൽ ഫങ്ഷനിങ്, അതായത് സൊസൈറ്റിയായിട്ടൊന്നും മിങ്കിൾ ചെയ്യത്തില്ല. പഴയ ഒരു സാധാരണ വ്യക്തി സൊസൈറ്റിയായിട്ടൊക്കെ എങ്ങനെയാണോ ഇൻ്റർ റിലേറ്റ് ചെയ്തേക്കുന്നത്, മിങ്കിൾ ചെയ്തേക്കുന്നത്, അതുപോലെ ഒന്നും ഇവർ ചെയ്യത്തില്ല. ഇത്രയാണ് മെയിൻലി ഷിസോഫ്രീനിക് പേഷ്യൻസിൻ്റെ സിംറ്റം. അതായത് അവർക്ക് തോട്ട് ഡിസോർഡർ ഉണ്ട്, അതായത് ഡെലൂഷൻസ് ഉണ്ട്, പിന്നെ പെർസെപ്ഷൻ ഡിസോർഡർ ഉണ്ട്, ഹലൂസിനേഷൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ പറയുന്ന രണ്ടും മോർ ദാൻ 6 months ഒക്കെ ലാസ്റ്റ് ചെയ്യും. പിന്നെ അവർക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ, അതായത് മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യത്തില്ല, സോഷ്യൽ ഫങ്ഷനിങ് ഇല്ല. വിദ്യാർത്ഥികളാണെങ്കിൽ അവർ സ്കൂളിൽ പോകാനും അവരുടെ പഠിത്തത്തിലൊക്കെ പഴയതുപോലെ തന്നെ താല്പര്യം കാണിക്കത്തില്ല, പഠിക്കത്തില്ല. പിന്നെ എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ജോലിയിൽ അവർ കുഴപ്പമൊന്നുമില്ലാതെ മുഴുകത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഷിസോഫ്രീനിക് പേഷ്യൻസ് കാണിക്കുന്നത്. പിന്നെ അവർക്ക് ഇൻസൈറ്റ്, അതായത് ഞാൻ രോഗിയാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് കാണത്തില്ല. അപ്പോൾ ഇത്രയാണ് ഷിസോഫ്രീനിയയുടെ ബ്രീഫായിട്ടുള്ള സിംറ്റം. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ്, അന്നേരം നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കും. പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് ഷിസോ അഫക്റ്റീവ് ഡിസോർഡർ. ഇതിന് ഇങ്ങനെ പേര് വരാൻ കാരണം നമ്മൾ അഫക്റ്റ് എന്താണെന്നും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഇമോഷനെയാണ് നമ്മൾ കൂടുതൽ അഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷിസോ അഫക്റ്റീവ് ഡിസോർഡർ ഇതിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ people with this illness have symptoms of both schizophrenia and mood disorder. അതായത് ഈ രോഗികൾ ഷിസോഫ്രീനിയയുടെ സിംറ്റം കാണിക്കും, മൂഡ് ഡിസോർഡർ, അതായത് മാനിയ, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന ആ മൂഡ് ഡിസോർഡർ, അതായത് വൈകാരികമായ പ്രശ്നങ്ങളുള്ള ഡിസീസിനെയാണ് നമ്മൾ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. അത് മാനിയ ആകാം, ഡിപ്രഷൻ ആകാം. ഈ പറയുന്ന മൂഡ് ഡിസോർഡറിൻ്റെ സിംറ്റംസും കൂടെ ഈ പേഷ്യൻ്റ് കാണിക്കും. ഷിസോഫ്രീനിയയുടെ സിംറ്റം തന്നെയല്ല, അതിൻ്റെ കൂടെ മൂഡ് ഡിസോർഡറിൻ്റെ സിംറ്റം കൂടെ കാണിക്കുന്നത് കൊണ്ടാണ് ഈ പേരിൽ അവരറിയപ്പെടുന്നത് ഷിസോ അഫക്റ്റീവ് ഡിസോർഡർ എന്ന്. ഓക്കെ, അതാണ് രണ്ടാമത്തെ വെറൈറ്റി. മൂന്നാമത്തെ ഷിസോഫ്രീനിഫോം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പീപ്പിൾ വിത്ത് ദിസ് ഇൽനെസ് ഹാവ് സിംറ്റംസ് ഓഫ് ഷിസോഫ്രീനിയ ബട്ട് ദ സിംറ്റംസ് ലാസ്റ്റ് മോർ ദാൻ 1 month ബട്ട് ലെസ് ദാൻ 6 months.
അതായത് ഇത് ഷിസോഫ്രിനിയ പേഷ്യൻ്റ് സിംറ്റംസ് അവർ കാണിക്കും, പക്ഷേ അവരുടെ ആ ഡ്യൂറേഷൻ ഓഫ് സിംറ്റം എന്ന് പറഞ്ഞാൽ 1 മാസത്തിൽ കൂടുതലുണ്ടാകും, പക്ഷേ 6 മാസത്തിൽ കുറവുമായിരിക്കും. അത്രയും ഷോർട്ട് ഡ്യൂറേഷനിലേ അവർ കാണിക്കത്തുള്ളൂ സിംറ്റം. അതുകൊണ്ടാണ് പറയുന്നത് ഷിസോഫ്രനിഫോൺ ഡിസോർഡർ എന്ന്. അതാണ് 3ാമത്തെ വെറൈറ്റി. ഇനി 4ാമത്തെ വെറൈറ്റി ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പീപ്പിൾ വിത്ത് ദിസ് ഇൽനെസ് ഹാവ് സഡൻ ഷോർട്ട് പീരീഡ് ഓഫ് സൈക്കോട്ടിക് ബിഹേവിയർ ഓഫൺ ഇൻ റെസ്പോൺസ് ടു എ വെരി സ്ട്രെസ്ഫുൾ ഇവൻറ്റ്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ഇവൻറ്റ് വന്നാൽ അതിൻ്റെ ഫോളോയിങ് ആയിട്ട് അത് അസോസിയേറ്റ് ചെയ്ത് പേഷ്യൻസ് ഷിസോഫ്രനിക് സിംറ്റംസ് കാണിക്കും. അതാണ് പറയുന്നത് എന്താ ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന്. പീപ്പിൾ വിത്ത് ദിസ് ഹാവ് സഡൻ ഷോർട്ട് പീരീഡ് ഓഫ് സൈക്കോട്ടിക് ബിഹേവിയർ ഓഫൺ ഇൻ റെസ്പോൺസ് വെരി സ്ട്രെസ്ഫുൾ ഇവൻറ്റ്. അതായത് ഈ സ്ട്രെസ്ഫുൾ ഇവൻ്റ് എന്ന് പറയുന്നത് എന്താ, ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചു പോവുക, അല്ലെങ്കിൽ പ്രിയപ്പെട്ട എന്തെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ട്രാജഡിയോ എന്തെങ്കിലും അവരുടെ ലൈഫിൽ വരിക, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കലാമിറ്റീസ് ഉണ്ടാകുക, പെട്ടെന്ന് അവർക്ക് സ്ട്രെസ്ഫുൾ ആകുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി അതിനുശേഷം അവർ സൈക്കോട്ടിക് സിംറ്റംസ് കാണിക്കും, ഷിസോഫ്രീനിയയുടെ സിംറ്റം കാണിക്കും. അതിനെയാണ് പറയുന്നത് ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന്. മനസ്സിലായോ? അത് 4ാമത്തെ ടൈപ്പാണ്. ഇനി 5ാമത്തെ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പീപ്പിൾ വിത്ത് ദിസ് ഇൽനെസ് ഹാവ് ഡെലൂഷൻസ് ഇൻവോൾവിങ് റിയൽ ലൈഫ് സിറ്റുവേഷൻ സച്ച് കുഡ് ബി ട്രൂ സച്ച് ആസ് ബീയിങ് ഫോളോഡ്. അതായത് ഈ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ മിഥ്യാധാരണയാണെന്ന് നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട്. ആ മിഥ്യാധാരണകൾ പലതരമുണ്ട്. ഡെലൂഷൻസ് ഓഫ് പെർസിക്യൂഷൻ, ഡെലൂഷൻസ് ഓഫ് ജെലസ്, ഡെലൂഷൻസ് ഓഫ് ഇൻഫിഡിലിറ്റി, ഇങ്ങനെ നമ്മൾ ഒരുപാട് തരം ഡെലൂഷൻസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സിംറ്റംസ് മെയിൻലി കാണിക്കുന്ന പേഷ്യൻസ് ആണ് ഈ പറയുന്ന ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. അവരുടെ മെയിൻ സിംറ്റം ഡെലൂഷൻ ആയിരിക്കും. ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ അത് പല തരത്തിലുണ്ട്. നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ട് നേരത്തെ സിംറ്റമറ്റോളജിയിൽ. ഡെലൂഷൻസ് ഗ്രാൻഡ്യൂസിരി, ഞാൻ മഹത്തായ ഒരു വ്യക്തിയാണ്, അല്ലെ എൻ്റെ ബന്ധുക്കളെല്ലാം വലിയ വലിയ ആൾക്കാരാണെന്ന് പറയുന്നത്, അല്ലെ ഡെലൂഷൻസ് ഓഫ് ജലത്ത്, മറ്റുള്ളവരോട് കുശുമ്പ് തോന്നുന്ന ഒരു മെൻറ്റാലിറ്റി, സംശയം തോന്നുന്ന മെൻറ്റാലിറ്റി, ഡെലൂഷൻസ് ഓഫ് പാരനോയ്യ, അതായത് മറ്റുള്ളവരൊക്കെ എന്നെ കൊല്ലാനും അല്ലെങ്കിൽ എന്നെ വകവരുത്താൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നടക്കുന്നവരാണെന്ന് മറ്റുള്ളവരെ പേഷ്യൻ്റ് ചിന്തിക്കുക. ശരിക്കും ആൾക്കാർ അങ്ങനെയൊന്നും അല്ല, പേഷ്യൻ്റ് അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, റോങ് കോൺസെപ്റ്റ്. മനസ്സിലായി? പിന്നെ ചില പേഷ്യൻസ് ഉണ്ട് അവർ പെർസിക്യൂട്ടറി ഡെലൂഷൻസ് ഉള്ളത്, അതായത് അവരും മറ്റുള്ളവരെന്നെ ദ്രോഹിക്കാനാണെന്നുള്ള ഒരു മെൻറ്റാലിറ്റി നടക്കുകയാണ്, അവരതിന് പ്ലാൻ ചെയ്തുകൊണ്ട് നടക്കുകയാണെന്നാണ് പെർസിക്യൂട്ടറി ഡെലൂഷൻ. മനസ്സിലായി? അങ്ങനെ ഒരുപാട് തരം ഡെലൂഷൻസ് ഉണ്ട്. ആ ഡെലൂഷനെല്ലാം കൂടെ കാണിക്കുന്ന പേഷ്യൻസ്, സൈക്കോട്ടിക് പേഷ്യൻ്റാണ് ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡർ. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതും മേജർ മെൻ്റൽ ഇൽനെസ് ആണ്. പക്ഷേ അത് വരുന്നത് ഈ കുറേ നാൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പേഷ്യൻസ്. നമ്മൾ പഠിച്ചതാണ് ഒരു ചാപ്റ്റർ മുഴുക്കെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ എന്താണെന്ന്. ആ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആൽക്കഹോൾ ആകാം, മറ്റ് പല ലഹരി വസ്തുക്കളാകാം. അതൊക്കെ കുറേ നാൾ കഴിച്ചു കഴിയുമ്പോൾ പേഷ്യൻസ് സൈക്കോട്ടിക് സിംറ്റംസ് കാണിക്കും. അപ്പം ആ സൈക്കോട്ടിക് സിംറ്റംസ് എങ്ങനെ വരുന്നത്? ആസ് എ കോംപ്ലിക്കേഷൻ, ആസ് എ റിസൾട്ട് ഓഫ് സബ്സ്റ്റൻസ്, കോൺസ്റ്റൻറ്റ് യൂസ് ഓഫ് സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ എന്താ പറയുന്നത്? ലഹരി വസ്തുക്കൾ, ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ള രോഗികൾക്കും സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ടാകാം. അത്തരം സൈക്കോട്ടിക് സിംറ്റംസിന് പറയുന്ന പേരാണ് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡർ. അത് വേറൊരു തരം സൈക്കോട്ടിക് ഡിസോർഡർ ആണ്. ഓക്കെ. പിന്നെ സൈക്കോട്ടിക് ഡിസോർഡർ ഡ്യൂ ടു മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാനസികമായ പ്രശ്നങ്ങളല്ലാതെ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് അത് ബ്രെയിനിനെ ബാധിച്ച് പേഷ്യൻ്റ് സൈക്കോട്ടിക് സിംറ്റംസ് കാണിക്കാം. അത്തരം സൈക്കോട്ടിക് സിംറ്റംസിന് പറയുന്നതാണ് സൈക്കോട്ടിക് ഡിസോർഡർ ഡ്യൂ ടു മെഡിക്കൽ കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ആക്സിഡൻ്റായി ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുക, അല്ലെങ്കിൽ വല്ല വൈറൽ ഇൻഫെക്ഷനൊക്കെ ബ്രെയിന് വന്ന് എൻകഫലൈറ്റിസോ മെനിഞ്ചൈറ്റിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് പേഷ്യൻസിൻ്റെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുക. ഇതൊക്കെ മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ പോലും പേഷ്യൻറ്റിന് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ടും സൈക്കോട്ടിക് സിംറ്റംസ് കാണിക്കാം. അപ്പോൾ അതിന് പറയുന്ന പേരാണ് നമ്മൾ സൈക്കോട്ടിക് ഡിസോർഡർ ഡ്യൂ ടു മെഡിക്കൽ കണ്ടീഷൻ. പിന്നെ പാരാഫ്രനിയ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഷിസോഫ്രനിയ ദാറ്റ് സ്റ്റാർട്ട് ലേറ്റ് ഇൻ ലൈഫ് ആൻഡ് ഒക്കർ ഇൻ എൽഡർലി പോപ്പുലേഷൻ. അതായത് ഈ പറയുന്ന സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെ വളരെ ഓൾഡ് ഏജിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വൃദ്ധരെ മാത്രം ബാധിക്കുന്ന ചില സൈക്കോട്ടിക് ഡിസോർഡർ ഉണ്ട്. അതിന് പറയുന്നതാണ് പാരാഫ്രനിയ. ഓക്കെ. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡർ ഉണ്ട്. ഫസ്റ്റ് വൺ ഷിസോഫ്രനിയ, സെക്കൻഡ് വൺ ഷിസോ അഫക്റ്റീവ് ഡിസോർഡർ, ദെൻ ഷിസോഫ്രനിഫോൺ ഡിസോർഡർ, ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ, ഡെലൂഷണൽ ഡിസോർഡർ, സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡർ, സൈക്കോട്ടിക് ഡിസോർഡർ ഡ്യൂ ടു മെഡിക്കൽ കണ്ടീഷൻ, ദെൻ പാരാഫ്രനിയ. ഇതിലും കുറേ കൂടെ റെയർ വെറൈറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പഠിക്കുന്നുണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി. പിന്നെ ഷെയർഡ് സൈക്കോട്ടിക് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് പുസ്തകത്തിൽ ചിലത് തന്നിട്ടുണ്ട്, അതൊക്കെ റെയർ കണ്ടീഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡർ. ഇനി നമുക്ക് വാട്ട് ആർ ദ കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് നോക്കാം. അതിനകത്ത് മെയിൻലി ഉള്ള ഹലൂസിനേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ ഉണ്ടെന്ന് പറയുന്നതിനാണ് നമ്മൾ ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പാട്ടോ ഒരു ശബ്ദമോ ഇല്ലെങ്കിൽ പോലും പേഷ്യൻ്റ് അത് കേട്ടതായിട്ടും മറ്റുള്ളവർ അവരെ വിളിക്കുന്നതായിട്ടും അവരെ പറ്റി സംസാരിക്കുന്നതായിട്ടും ഒക്കെ അവർക്ക് കേൾക്കുന്നതിനെയാണ് നമ്മൾ ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സ്റ്റിമുല ഇല്ല. അതുപോലെ തന്നെ വിഷ്വൽ ഹലൂസിനേഷൻ ഉണ്ട്, ഓഡിറ്ററി ഉണ്ട്, പിന്നെ ഗസ്റ്റേറ്ററി ഉണ്ട്, ടാക്റ്റൈൽ ഉണ്ട്. ഇങ്ങനെ 4-5 തരമൊക്കെ നമ്മൾ പഠിച്ചു. ഇതെല്ലാം റിവ്യൂ ചെയ്തുകൊണ്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. അല്ല ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പം ഹലൂസിനേഷൻ ഉണ്ട്. ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ മിഥ്യാധാരണയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെലൂഷൻ ഉണ്ട്. അതും ഇതിൻ്റെ ഒരു സിംറ്റമാണ്. പലതരത്തിലുള്ള ഡെലൂഷൻ. അത് ഏത് തരം സൈക്കോട്ടിക് കണ്ടീഷനാണോ പേഷ്യൻറ്റിനുള്ളത്, ഇപ്പോൾ നമ്മൾ ഒത്തിരിയും തരം പഠിച്ചല്ലോ, അതിലേത് തരമാണോ പേഷ്യൻ്റിനുള്ള ആ തരത്തിന് അനുസൃതമായിട്ട് ഈ പറയുന്ന ഡെലൂഷൻസ് മാറാം, ഹലൂസിനേഷനും മാറാം. ഓക്കെ, എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആ ഓരോ ടൈപ്പും ഓരോ തരം സൈക്കോട്ടിക് ഡിസോർഡറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ 2 നമ്മൾ കോമൺലിയേ പറയുന്നുള്ളൂ, ഹലൂസിനേഷൻ, ഡെലൂഷൻ. പിന്നെ ഇൻകൊഹറൻറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക. അതായത് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുന്നതിന് റൈറ്റ് ആൻസർ ആയിരിക്കത്തില്ല പറയുന്നത്. ഇൻകൊഹറൻറ്റ്, അതായത് പരസ്പര ബന്ധമില്ലാതെ വേർഡ്സൊക്കെ ഉപയോഗിച്ച് സെൻറ്റൻസൊക്കെ ഉപയോഗിച്ച് പേഷ്യൻ്റ് സംസാരിക്കുക. പിന്നെ കൺഫ്യൂസ്ഡ് തിങ്കിങ്, അതായത് ശരിക്കും ശരിക്കും പ്രവർത്തിക്കാത്തതുകൊണ്ട് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ആ തരത്തിൽ അവർ ബിഹേവ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുക. പിന്നെ സ്ട്രേഞ്ച് ആൻഡ് ഡേഞ്ചറസ് ബിഹേവിയർ, അതായത് ഈ സ്ട്രേഞ്ച് ആൻഡ് ഡേഞ്ചറസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ ബിഹേവിയർ അബ്നോർമൽ ആകാം, ചിലപ്പോൾ പേഷ്യൻ്റ് വയലൻ്റ് ആകാം, അഗ്രസീവ് ആകാം, മറ്റുള്ളവരെ ആക്രമിക്കുന്ന മനോഭാവം കാണിക്കാം. പക്ഷേ എപ്പോഴും ഒന്നുമില്ല, പക്ഷേ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് പറയുന്നത് സ്ട്രേഞ്ച് ആൻഡ് ഡേഞ്ചറസ് ബിഹേവിയർ. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവരുടേതായ ചില ബിഹേവിയർ പാറ്റേണൊക്കെ ഉണ്ടല്ലോ, പക്ഷേ എപ്പോഴും കാണിക്കുന്ന ബിഹേവിയർ പാറ്റേണിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പേഷ്യൻ്റ് ബിഹേവ് ചെയ്യുക. നമ്മൾ അവരുടെ ബിഹേവിയർ കാണുമ്പോൾ ഇത് ആ പഴയ വ്യക്തിയാണോ എന്നുള്ള സംശയം പോലും തോന്നിക്കുന്ന തരത്തിൽ ബിഹേവ് ചെയ്യാം. അതൊരു പക്ഷേ സെക്സ് റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബിഹേവിയർ ആകണമെന്നില്ല. പിന്നെ തന്നെയല്ല അവർ ചിലപ്പം വയലൻ്റ് ആകാം, അഗ്രസീവ് ആകാം, അറ്റാക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള റെയർ കണ്ടീഷൻസും പേഷ്യൻ്റ് ഉണ്ടാകാം. അതാണ് പറയുന്നത് സ്ട്രേഞ്ച് ആൻഡ് ഡേഞ്ചറസ് ബിഹേവിയർ എന്ന്. പക്ഷേ എന്ന് പറഞ്ഞ് ഒരു സൈക്കോട്ടിക് പേഷ്യൻ്റിനെ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഡേഞ്ചറസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. യൂഷ്വലി അവരത്ര ഡേഞ്ചറസ് ഒന്നും അല്ല, പക്ഷേ എന്നാലും അങ്ങനെ സംഭവിക്കാം. പിന്നെ ഒന്നത് സ്ലോഡ് ആൻഡ് അൺയൂഷ്വൽ മൂവ്മെൻറ്റ്. എന്നുവെച്ചാൽ സ്ലോഡ് എന്ന് പറഞ്ഞാൽ വളരെ എപ്പോഴും സാധാരണ ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിക്ക് മോഡറേറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ഒക്കെ ആയിരിക്കും. ഇതേ സമയം ഈ സൈക്കോട്ടിക് പേഷ്യൻസ് എല്ലാ കാര്യത്തിലും വളരെ സ്ലോ ആകും. തന്നെ അവർ ചില അൺയൂഷ്വൽ മൂവ്മെൻറ്റ്, അബ്നോർമൽ മൂവ്മെൻ്റ് ഒക്കെ കാണിക്കും. മനസ്സിലായോ? അത് മൂവ്മെൻറ്റിൻ്റെ അബ്നോർമാലിറ്റിയിൽ വരും, സ്ലോഡ് മൂവ്മെൻറ്റും അൺയൂഷ്വൽ മൂവ്മെൻറ്റും. പിന്നെ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ, അതായത് വ്യക്തി ശുചിത്വമില്ലായ്മ. അവർ കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, ഡ്രസ്സ് മാറത്തില്ല, അല്ലെങ്കിൽ തലമുടി ചീകത്തില്ല, നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടൊന്നും നടക്കത്തില്ല. അടുത്ത് വന്നാൽ ചിലപ്പം ഫൗൾ സ്മെല്ലിങ്ങോ ബാഡ് സ്മെല്ലോ ഒക്കെ ഉണ്ടാകാൻ ഒത്തിരി ഡേർട്ടി ക്ലോത്ത് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി ശുചിത്വത്തിലൊന്നും അവരൊരു ഇമ്പോർട്ടൻസും കാണിക്കത്തില്ല. അതാണ് പറയുന്നത് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ. ദെൻ ലോസ് ഇൻട്രസ്റ്റ് ഇൻ ആക്ടിവിറ്റീസ്, അവർ യൂഷ്വലി ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നും തന്നെ അവർ താല്പര്യം കാണിക്കാതെ എവിടെയെങ്കിലും ഇടത്ത് ചടഞ്ഞു മാറിയിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, സ്കൂളിൽ പോകുന്നവരായിരിക്കാം, അവർക്ക് അവരുടേതായ ചില ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് ഡെയിലി ലൈഫിൽ, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിലൊക്കെ. പക്ഷേ അതിനകത്തൊന്നും തന്നെ അവർ പ്രോപ്പറായിട്ടുള്ള താല്പര്യം കാണിക്കത്തില്ല. അതാണ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ their activities. These activities can be their അവരുടേതായ ഡെയിലി ഫങ്ഷൻ്റെ ഭാഗമാകാം, അതല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങും ഒക്കെ ആകാം. ഇതിനകത്തൊന്നും അവരൊരു താല്പര്യം കാണിക്കില്ല. പിന്നെ പ്രോബ്ലംസ് ഇൻ സ്കൂൾ ഓർ വർക്ക് ആൻഡ് വിത്ത് റിലേഷൻഷിപ്പ്, അതായത് സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അവരുടെ സ്കൂളിൻ്റെ പാഠ്യപദ്ധതിയിലോ അങ്ങനെയുള്ള പഠിത്തത്തിലൊന്നും ശ്രദ്ധ കാണിക്കത്തില്ല. ജോലിക്കാരാണ് അല്ലെങ്കിൽ എംപ്ലോയീസ് ആണ്, അവരുടെ ജോലിയിലൊന്നും ഒരു താല്പര്യം കാണിക്കത്തില്ല, പ്രോപ്പർലി വർക്ക് ചെയ്യത്തില്ല. പിന്നെ വിത്ത് റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിൽ പോലും അവർ അബ്നോർമാലിറ്റി കാണിക്കാം. മനസ്സിലായോ? അതാണ് പ്രോബ്ലംസ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, അതും അബ്നോർമലായിട്ട് കാണിക്കാം. പിന്നെയുള്ളൊരു കാര്യം കോൾഡ് ആൻഡ് ഡിറ്റാച്ച്ഡ് മാനർ വിത്ത് ഇന്നബിലിറ്റി ടു എക്സ്പ്രസ് ഇമോഷൻസ്. അതായത് കോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ വളരെ എപ്പോഴും എല്ലാത്തിനും പുറകോട്ട് നിൽക്കുക, ഒന്നിനകത്ത് ഇൻവോൾവ് ചെയ്യാതിരിക്കുക. ഒരു കോൾഡ് മീൻസ്
ദേ ആർ നോട്ട് ആക്റ്റീവ് പേഴ്സൺ എന്ന് അതിൻ്റെ അർത്ഥം കോൾഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഡിറ്റാച്ച്ഡ് മാനർ എന്ന് വെച്ചാൽ ഒന്നിനകത്തും ഇൻവോൾവ് ചെയ്യത്തില്ല, ഒന്നിലും മുഴുകത്തില്ല, ഒരു കാര്യം ഏൽപ്പിച്ചാൽ ചെയ്യത്തില്ല, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും പിൻവലിയുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു അവസ്ഥയായിരിക്കും അവർ കാണിക്കുക. തന്നെയല്ല ഇന്നബിലിറ്റി ടു എക്സ്പ്രസ് ഇമോഷൻസ്, വികാരങ്ങൾ പുറത്ത് കാണിക്കുന്നതിലും അവർ പുറകോട്ട് നിൽക്കും. അവർക്ക് അതിനുള്ള കഴിവ് ഇല്ലാതെ പോകും. അതായത് ഇന്നബിലിറ്റി ടു എക്സ്പ്രസ് ഇമോഷൻ, അതായത് സന്തോഷം വരിക്കുക, സന്തോഷിക്കുക, സങ്കടം വരുമ്പോൾ സങ്കടം കാണിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക കപ്പാസിറ്റി ഹ്യൂമൻ ബീയിങ്സിനുണ്ട്. പക്ഷേ ഈ വ്യക്തികൾ അങ്ങനെയൊന്നും കാണിക്കത്തില്ല. അതായത് വികാരങ്ങൾക്കനുസരിച്ച് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി അവർ കാണിക്കത്തില്ല. പിന്നെ മൂഡ് സ്വിങ്സ്, മൂഡെന്ന് പറഞ്ഞാലും വേറെ ഒന്നുമല്ല, ഒരു വ്യക്തിയുടെ വൈകാരികമായ അവസ്ഥയ്ക്കാണ് നമ്മൾ മൂഡെന്ന് പറയുന്നത്. അത് മൂഡ് സ്വിങ്സ് ഈ പേഷ്യൻ്റ് കാണിക്കും. അതായത് ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കും, ചിലപ്പോൾ സന്തോഷപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അവർ മാനിയ കാണിക്കാം, ഡിപ്രഷൻ കാണിക്കാം, അങ്ങനെ പലതരത്തിലുള്ള എക്സ്പ്രഷൻ കാണിക്കാം. മാനിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സന്തോഷം, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വിഷാദം. അപ്പോൾ അതിങ്ങനെ മാറി മാറി കാണിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാറ്റിക്കായിട്ട് വിഷാദം മാത്രം കാണിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ മാനിയ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയും വരാം. അതായത് ഏതെങ്കിലും ഒരു വികാരം കോൺസ്റ്റൻ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക, സച്ചാസ് മാനിയ മാത്രം എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും സങ്കടമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും മാറി മാറി കാണിക്കുക. ഇങ്ങനെയുള്ള കോമൺ മാനിഫെസ്റ്റേഷൻസും ഈ പേഷ്യൻസ് കാണിക്കാം. പിന്നെ ഇതാണ് മെയിൻലി കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് സൈക്കോട്ടിക് ഡിസോർഡർ: ഹലൂസിനേഷൻ, ഡെലൂഷൻസ്, ഇൻകൊഹറൻറ്റ് സ്പീച്ച്. ആ സ്പീച്ച് ഡിസോർഡറൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ ഞാൻ അന്നേരം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പേഷ്യൻ്റ് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. അപ്പം നമ്മൾ സ്പീച്ച് ഡിസോർഡർ ഒന്ന് നോക്കണം. ഓക്കെ. പിന്നെ കൺഫ്യൂസ്ഡ് തിങ്കിങ്, സ്ട്രേഞ്ച് ആൻഡ് ഡേഞ്ചറസ് ബിഹേവിയർ, സ്ലോഡ് ഓർ അൺയൂഷ്വൽ മൂവ്മെൻറ്റ്, ദെൻ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ആക്ടിവിറ്റീസ്, പ്രോബ്ലം ഇൻ സ്കൂൾ ഓർ വർക്ക് വിത്ത് റിലേഷൻഷിപ്പ്, ദെൻ കോൾഡ് ആൻഡ് ഡിറ്റാച്ച്ഡ് മാനർ വിത്ത് ഇന്നബിലിറ്റി ടു എക്സ്പ്രസ് ഇമോഷൻസ്, പിന്നെ മൂഡ് സ്വിങ്സ് സച്ച് ആസ് മാനിയ, ഡിപ്രഷൻ. അപ്പോൾ ഇത്രയും സിംറ്റംസ് ആണ് യൂഷ്വലി പേഷ്യൻസ് കാണിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ പേഷ്യൻറ്റിനെ ക്ലിനിക്കിൽ പോകുമ്പോൾ ഇങ്ങനെ പേഷ്യൻറ്റിനെ കിട്ടുമ്പോൾ ഈ പേഷ്യൻ്റ് ഇന്ന സിംറ്റംസ് കാണിക്കാമെങ്കിൽ നമുക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ആ പേഷ്യൻ്റെ അടുത്ത് പോകുന്നത്. പേഷ്യൻ്റ് മാനിയാണോ കാണിക്കുന്നത്? ചിലപ്പോൾ മാനിയ കാണിക്കാം, ചിലപ്പം ഡിപ്രഷൻ കാണിക്കാം, രണ്ടും മാറി മാറി കാണിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പേഷ്യൻ്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കിക്കണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് കെയർ പ്ലാനും കേസ് സ്റ്റഡിയൊക്കെ എഴുതാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു നല്ല അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു സൈക്കോട്ടിക് പേഷ്യൻസ് എന്തൊക്കെ സിംറ്റമറ്റോളജി കാണിക്കാം എങ്കിൽ മാത്രമല്ലേ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ അതാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ. ഇനി നമ്മൾ ഇതെന്താണ് ഇതിൻ്റെ കോസസ് എന്ന് നോക്കാം സൈക്കോട്ടിക് ഡിസോർഡറിൻ്റെ. അതായത് എപ്പോഴും നമ്മൾ സൈക്കാട്രി പറയുന്ന പോലെ പല ഡിസീസിൻ്റെയും കോസ് അൺനോൺ ആണ്, അല്ലെങ്കിൽ ഇറ്റിയോളജി അൺനോൺ ആണെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ എന്നാലും പല കാര്യങ്ങൾ കൂട്ടിച്ചേർന്ന് ഈ രോഗത്തിൻ്റെ ഒരു കാരണമാകുന്നതാണ് നമ്മളെപ്പോഴും സൈക്കാട്രി കൂടുതൽ രോഗത്തിനും അങ്ങനെയാണ് കാരണങ്ങൾ പഠിക്കുന്നത്. കാരണം എക്സാക്റ്റ് ഇറ്റിയോളജി അൺനോൺ ആണ്, ബട്ട് this disease is thought to be caused by many factors, or many factors play an important role in causing psychosis. എക്സാക്റ്റ് ഇറ്റിയോളജി അറിഞ്ഞില്ലെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സൈക്കോസിസ് സംഭവിക്കുന്നതെന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അത് ഫസ്റ്റ് വൺ ജെനറ്റിക് ഫാക്ടേഴ്സ്. അതായത് പാരമ്പര്യമായിട്ട് പഴയ ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് മാനസിക രോഗങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമൺ ഇറ്റിയോളജിയിലൊക്കെ പഠിച്ചപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഷിസോഫ്രനിക് പേഷ്യൻസിൻ്റെ രോഗം തലമുറകൾ കൂടി പകരുന്ന ഒരു രോഗമായിട്ടാണ് മെയിൻലി കണ്ടുവരുന്നത്. മനസ്സിലായോ? ന്യൂറോട്ടിക് ഇൽനെസ് എന്നും പറഞ്ഞാൽ അത്രയൊന്നും ഹെറിഡിറ്ററി ഡിസീസ് അല്ല. പക്ഷേ ഷിസോഫ്രനിയയും സൈക്കോട്ടിക് ഡിസീസും ഒക്കെ കൂടുതലും ഹെറിഡിറ്ററിലി, അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്ന്, അല്ലെങ്കിൽ പേരൻസിനുണ്ടെങ്കിൽ അടുത്ത ജനറേഷന് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ 100% പേരൻസിനുണ്ടോണ്ട് മക്കൾക്ക് വരണമെന്നില്ല, പക്ഷേ വരാനുള്ള സാധ്യത കൂടുതലാണ്. പേരൻസിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ജനറേഷൻ അവരുടെ മക്കൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം പേരൻസിന് ഇല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വരണമെന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, പേരൻസിനുണ്ടെങ്കിലും അവരുടെ മക്കൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. സാധ്യത മാത്രമാണെന്ന് കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വേറൊന്ന് ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ചില കെമിക്കൽ ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. അത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഡോപ്പമിന്, അതായത് സീറോട്ടോണിന്, അങ്ങനെ കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന സൈക്കോട്ടിക് ഇതിൽ മെയിൻലി കെമിക്കൽ ഇംബാലൻസ് സച്ച് ആസ് ഇൻക്രീസ് ഇൻ ഡോപ്പമിൻ ലെവൽ. അതായത് ഡോപ്പമിൻ ലെവലിൽ കൂടുതലായിട്ട് ഉണ്ടാകുവാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സൈക്കോട്ടിക് ഡിസോർഡർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. പിന്നെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്.
ഈ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ സ്ട്രെസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ്, അല്ലെങ്കിൽ മേജർ എൻവയൺമെൻറ്റൽ ചേഞ്ചസ്, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെയും ഈ സൈക്കോട്ടിക് ഡിസോർഡർ വരാനുള്ള കാരണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു തരം പഠിച്ചു. അതുപോലെ തന്നെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് പഠിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻജക്ഷൻ ഓഫ് ഡ്രഗ്, സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, അതും അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ ചേഞ്ചസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടല്ലോ ഇന്നാളിരിക്കുക നമ്മുടെ പല രോഗങ്ങളും ഇത് ഫ്ലഡ് വന്നപ്പോഴും അതുപോലെ തന്നെ ചില ഇൻഫെക്ഷ്യസ് ഡിസീസും ഒക്കെ വരുന്നതുകൊണ്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു, അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നു, മാനിയ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സൈക്കോട്ടിക് കണ്ടീഷൻസ് ഉണ്ടാകുന്നു, അത് കാരണം അവർ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമ്മളെന്നും പത്രത്തിൽ വായിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം സഡൻ ഒരു ചേഞ്ച് ഇൻ എൻവയൺമെൻറ്റ് വരുമ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ലാതെ പോകുന്നു, മാലഡാപ്റ്റീവ് ആകുന്നു. ഇൻഡിവിജ്വൽ മാലഡാപ്റ്റീവ് ആകുന്നു വെച്ചാൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒരാളുടെ ലൈഫിലുണ്ടാകുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ടാകണം. അങ്ങനെ പൊരുത്തപ്പെടാൻ കഴിവ് ഇല്ലാത്തവരാണ് കൂടുതലും ഈ പറയുന്ന സൈക്കോട്ടിക് കണ്ടീഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അതായത് വ്യക്തികൾ വ്യത്യസ്തരാണ്. ചിലർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം എളുപ്പമായിരിക്കും, ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഈ സൈക്കോട്ടിക് കണ്ടീഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതാണെന്ന് പറഞ്ഞാൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ തന്നെയാണേലും എന്തെങ്കിലും ഒരു അതായത് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സൈക്ലോൺ അല്ലെങ്കിൽ ഭൂകമ്പം അല്ലെങ്കിൽ ചുഴലിക്കാറ്റ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുക, ഒന്നുകിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോകുക, അല്ലെങ്കിൽ അവരുടെ വാല്യുബിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുക, വീട് പൊളിഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരും. ഇനി ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും അതിനെ? അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് ആ ഒരു എൻവയൺമെൻറ്റൽ ഫാക്ടർ അവരുടെ മനസ്സിൽ ചില നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവർക്ക് മെൻ്റൽ ബാലൻസ് നഷ്ടപ്പെട്ടു പോകാനും സൈക്കോട്ടിക് കണ്ടീഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി നമ്മൾ പറഞ്ഞാൽ ജനറ്റിക് ഫാക്ടേഴ്സ്, ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ്, എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ സൈക്കോട്ടിക് ഡിസീസിൻ്റെ കോസായിട്ട് കൺസിഡർ ചെയ്യാം. ഈവൻ ദോ ദ എക്സാക്ട് ഇറ്റിയോളജി ഈസ് നോട്ട് നോൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നമ്മളിനി മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ജനറലായിട്ട് ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ. മാനേജ്മെൻറ്റ് എന്താണെന്ന്, ഓരോ തരം ഡിഫറെൻറ്റ് ടൈപ്സ് സൈക്കോട്ടിക് ഡിസോർഡർ നമ്മളിപ്പോൾ പഠിച്ചു. അത് ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിനെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിനൊക്കെ അറിയാം. ഇപ്പം നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ റൗണ്ട്സിന് പോകാറുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റെ കേസ് ഷീറ്റ് എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്തത്, ഡിഫറെൻറ്റ് തെറാപ്പറ്റിക് മൊഡാലിറ്റി നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതായത് യൂസ് ഓഫ് ഡ്രഗ്സ്, യൂസ് ഓഫ് therapeutic modalities like use of drugs as well as use of സൈക്കോതെറാപ്പി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കോതെറാപ്പി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ആകാം മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഉപയോഗിക്കാം. ഡ്രഗ് മാത്രം കൊടുത്താൽ പോരാ, വേറെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് തെറാപ്പിയും കൂടെ പേഷ്യൻ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം യൂഷ്വലി വി ക്യാൻ സേ ദാറ്റ് ദിസ് കണ്ടീഷൻ ഈസ് ട്രീറ്റഡ് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് സൈക്കോതെറാപ്പി. മെഡിക്കേഷൻ മാത്രം കൊടുത്താൽ അത് മാറിപ്പോകണമെന്നില്ല. അങ്ങനെയുള്ള പേഷ്യൻറ്റിന് സൈക്കോതെറാപ്പിയും കൂടെ കൊടുക്കും. ഇത് രണ്ടും കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഓരോന്നും പ്രത്യേകം കൊടുക്കാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ടും ഒക്കെ കൊടുക്കാം. അപ്പം മെഡിക്കേഷൻസ് എന്താ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി സൈക്കോട്ടിക്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഈ ആൻറ്റിസൈക്കോട്ടിക്സിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്താണ് ഫസ്റ്റ് ഗ്രൂപ്പ് പറഞ്ഞത്. അതായത് ഓൾഡ് ടൈം സൈക്കോട്ടിക് എന്തൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്. മെഡിക്കേഷൻസ്, ദ മെയിൻ മെഡിക്കേഷൻ യൂസ്ഡ് ടു ട്രീറ്റ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആർ കോൾഡ് ആൻറ്റിസൈക്കോട്ടിക്സ്. ഈ ആൻറ്റിസൈക്കോട്ടിക്സ് തന്നെ പലതരം ഉണ്ട്. ഓൾഡർ മെഡിക്കേഷൻ, ന്യൂവർ മെഡിക്കേഷൻ ഫസ്റ്റ് ഒക്കെ ഉണ്ട്. ഓൾഡർ മെഡിക്കേഷൻസ് ആണ് ഹാൽഡോള്, തൊറാസിൻ, മെല്ലാറിൽ, ഇങ്ങനെയൊക്കെ പറയുന്ന ഓൾഡർ ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ന്യൂവർ മെഡിക്കേഷൻ സച്ചാസ് ക്ലോസാറിൽ, റെസ്പെർഡാൽ, സൈപ്രക്സ, ഇങ്ങനെയൊക്കെയുള്ള ന്യൂവർ ഡ്രഗ് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ആൻറ്റിസൈക്കോട്ടിക്സ് ഡ്രഗ്സ് യൂഷ്വലി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു വാർഡിൽ പോകുന്നുണ്ടെങ്കിൽ ആൻറ്റിസൈക്കോട്ടിക്സ് എന്താണെന്നും ഓരോ പേഷ്യൻറ്റിനെ എടുക്കുമ്പോൾ ഏതൊക്കെ ഡ്രഗ്സാണ് പേഷ്യൻറ്റിന് കിട്ടുന്നത്, ഏതൊക്കെ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സാണ് കിട്ടുന്നത്, അതിൻ്റെ ആക്ഷൻ എന്താണ്, എത്രമാത്രം അത് കൊടുക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മളൊരു ഡ്രഗ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടവരാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എഴുതണം, അറിയുകയും വേണം. നമ്മൾ സൈക്കോഫാർമക്കോളജി നമ്മൾ ഒരുപാട് ആൻറ്റിസൈക്കോട്ടിക്, ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്, മൂഡ് സ്റ്റെബിലൈസർ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെയുള്ള ഡ്രഗ്സ് പലതും പല രോഗികൾക്കും ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് ആൻറ്റിസൈക്കോട്ടിക്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ സൈക്കോതെറാപ്പി ഞാൻ പറഞ്ഞല്ലോ, കോമ്പിനേഷൻ ഓഫ് സൈക്കോതെറാപ്പി ആൻഡ് കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് സൈക്കോതെറാപ്പി ഈസ് യൂസ്ഡ് ടു ട്രീറ്റ്
ദിസ് ടൈപ്പ് ഓഫ് പേഷ്യൻസ്. ഇനിയും സൈക്കോതെറാപ്പി ഏതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ സൈക്കോതെറാപ്പി ആകാം, ഗ്രൂപ്പ് സൈക്കോതെറാപ്പി ആകാം, അല്ലെങ്കിൽ ഫാമിലി തെറാപ്പി ആകാം. ഇതിലേതെങ്കിലും ആകാം. ഇൻഡിവിജ്വൽ തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി, അല്ലെങ്കിൽ ഫാമിലി തെറാപ്പി, ഇതിലേതെങ്കിലും തരം സൈക്കോതെറാപ്പി ആകാം പേഷ്യൻസിന് കൊടുക്കുന്നത്. വ്യക്തിയെ മാത്രം വിളിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ തെറാപ്പി, അല്ലെങ്കിൽ ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരേ രോഗമുള്ള കുറേ ആൾക്കാരെ ഒന്നിച്ച് വിളിച്ചിട്ട് അവർക്കെല്ലാം കമ്പൈൻഡ് ആയിട്ട് അഡ്വൈസ് കൊടുക്കുക, തെറാപ്പി കൊടുക്കുന്നതിന് നമ്മൾ ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയും. അതല്ലെങ്കിൽ ഫാമിലി തെറാപ്പി എന്ന് പറഞ്ഞാൽ ഫാമിലിയിലെ മറ്റുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ഈ രോഗിയുടെ രോഗത്തിൽ എന്തെങ്കിലുമൊക്കെ റോൾ ഉണ്ടാകാം, മനസ്സിലാവുക. അങ്ങനെയുള്ളവർക്ക് അവരും കൂടെ അറിയേണ്ട പല പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്ത് കൊടുക്കുന്ന തെറാപ്പിക്കാണ് നമ്മൾ പറയുന്നത് ഫാമിലി തെറാപ്പി എന്ന്. പേഷ്യൻസിന് മാത്രമായിട്ടല്ല അവിടെ തെറാപ്പി കൊടുക്കുന്നത്. ആ ഫാമിലിയിലെ ഡിഫറെൻറ്റ് മെമ്പേഴ്സിനെയും കൂടെ അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവരെ കൂടെ ബോധവൽക്കരിക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഫാമിലി തെറാപ്പി കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ ബ്രീഫായിട്ടിപ്പം ഒരു ജനറലായിട്ട് മാത്രം സൈക്കോട്ടിക് ഡിസോർഡറിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഷിസോഫ്രീനിയയെ പറ്റി പ്രത്യേകം പഠിക്കും, മാനിയയെ പറ്റി പ്രത്യേകം പഠിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഓരോന്നും പോകും, മനസ്സിലായോ? അപ്പോൾ ഇത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതാണ് അതായത് സൈക്കോട്ടിക് ഡിസോർഡർ എന്നുള്ള ടോപ്പിക്കിൽ ബേസിക്കായിട്ട് പഠിക്കേണ്ട കാര്യം. അപ്പം അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ നിങ്ങൾ സിംറ്റമറ്റോളജി ശരിക്കും പഠിച്ചുകൊണ്ട് വരണം. സൈക്കാട്രിക് ടേംസ്, അതായത് നമ്മൾ ഓരോരോ ഡിഫറെൻറ്റ് ടേംസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ പേഷ്യൻ്റെ മാനിഫെസ്റ്റേഷൻ, ഇപ്പോൾ തോട്ട് ഡിസോർഡർ എങ്ങനെയൊക്കെയാണ് പേഷ്യൻ്റ് കാണിക്കുന്നത്, മെമ്മറി ഡിസോർഡർ എങ്ങനെയാണ് കാണിക്കുന്നത്, പെർസെപ്ഷണൽ ഡിസോർഡർ എങ്ങനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡർ എങ്ങനെയാണ് പേഷ്യൻ്റ് കാണിക്കുന്നത്, ഇങ്ങനെ ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ പഠിച്ചായിരുന്നു. അതൊക്കെ നന്നായിട്ട് വായിച്ചുകൊണ്ട് വേണം ഫീൽഡിലോട്ട് വരുന്നതിന് മുമ്പ് വരാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾ പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോഴോ പേഷ്യൻ്റെ ചാർട്ട് എടുത്ത് വായിക്കുമ്പോഴോ അവിടെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ കേട്ട് മനസ്സിലാകണമെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ABCD പഠിക്കാത്ത ഒരു കുട്ടിയോട് ഒരു വേർഡ് പറഞ്ഞു അതിന് എഴുതാൻ അറിയില്ലായിരിക്കും, ഒരു സെൻറ്റൻസ് പറഞ്ഞു അതിന് എഴുതാൻ അറിയില്ലായിരിക്കും. അപ്പോൾ ABCD ആദ്യം പഠിക്കണമല്ലോ, എങ്കിൽ മാത്രമല്ലേ ആ ലെറ്റേഴ്സ് ഉപയോഗിച്ച് വേർഡ്സും സെൻറ്റൻസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും. അതായത് നമ്മൾ സൈക്കാട്രിക് സെറ്റപ്സിൽ പോകുമ്പം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അതിൻ്റെ ബേസിക് തിങ്സ് പഠിച്ചുകൊണ്ട് വേണം ക്ലിനിക്കിലേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത ഓരോ ഡിഫറെൻറ്റ് ഡിസീസ് കണ്ടീഷൻ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ.